ഹലോ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഇൻ ഇന്ത്യ. ഇപ്പോൾ കേരള PSCയുടെ റിസർച്ച് ഓഫീസറിന്റെ സിലബസ് നിങ്ങൾ നോക്കുമ്പോൾ അതിൽ ഇക്കണോമിക്സിൽ കൊടുത്തിരിക്കുന്ന വൺ ഓഫ് ദ ടോപ്പിക്സ് ആണ് ഈ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ദ സെയിം. അപ്പോൾ തുടക്കത്തിലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്. അപ്പോൾ ഞാനിവിടെ പ്രോബ്ലം എന്നല്ല പറഞ്ഞത്, ഇൻസ്റ്റഡ് ഐ കോൾഡ് ഇറ്റ് ആസ് എൻ ആസ്പെക്ട് ഓർ ഇതൊരു നമ്മുടെ ഇക്കോണമിയിൽ സർവ്വസാധാരണമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇൻഫ്ലേഷൻ. പക്ഷെ ഇത് ഒരു പരിധിയിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രോബ്ലം ആയിട്ടും മാറും. അപ്പോൾ എന്താണ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ മീൻസ് സസ്റ്റൈൻഡ് റൈസ് ഇൻ പ്രൈസ്. അതായത് നമ്മുടെ വില നിലവാരത്തിൽ അല്ല വിലകളിൽ വരുന്ന സാധനങ്ങളുടെ വിലയിൽ വരുന്ന മാറ്റത്തിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അഗൈൻ എങ്ങനെയുള്ള മാറ്റമാണ്? ഇറ്റ് വുഡ് ബി ലൈക്ക് ഇൻക്രീസ്, പ്രൈസ് കൂടുന്ന ഒരവസ്ഥ. അപ്പോൾ പ്രൈസ് ഇന്നലത്തെ പ്രൈസിൽ നിന്നും നമ്മളൊരു സാധനത്തിന്റെ പ്രൈസ് അഡ്ജസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഇന്നലത്തെ പ്രൈസിൽ നിന്നും ഇന്ന് കൂടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ചിലപ്പോൾ മറ്റന്നാളാവുമ്പോൾ ആ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടാവും. സോ യു കാൺ കോൾ ഇറ്റ് ആസ് എൻ ഇൻഫ്ലേഷൻ. ഇത് ഇൻഫ്ലേഷൻ ആവണമെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം അവിടെ ഒരു പ്രൈസ് ഹൈക്ക് നടന്നിരിക്കണം. അപ്പോൾ അതായത് ഇപ്പൊ കഴിഞ്ഞ മാസത്തെ പ്രൈസ് വെച്ചിട്ട് ഈ മാസത്തെ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കൂടിയിട്ടുണ്ടാവണം. അഗൈൻ ഈ മാസത്തെയും അടുത്ത മാസത്തെയും പ്രൈസ് വരുമ്പോൾ അഗൈൻ പ്രൈസ് കൂടണം. അടുത്ത മാസത്തെയും അതിനടുത്ത മാസത്തെയും പ്രൈസ് എടുക്കുമ്പോൾ അഗൈൻ പ്രൈസ് കൂടണം. അങ്ങനെ ഓരോ പീരീഡ് ഓഫ് ടൈം നമ്മൾ എടുക്കുമ്പോൾ പ്രൈസ് ഹൈക്ക് നമുക്ക് ഫീൽ ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് ഇൻഫ്ലേഷൻ. ഈ ഹൈക്ക്, പ്രൈസ് ഹൈക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടാവണം. ഓക്കെ, ദാറ്റ് ഷുഡ് ബി സംതിങ് കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടെ ഒരു പരിധിയിൽ കൂടുതൽ ഇൻഫ്ലേഷൻ നമ്മുടെ ഇക്കോണമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് വുഡ് ബി പ്രോബ്ലമാറ്റിക്. കാരണം എന്താണ്? ഇൻഫ്ലേഷൻ ഒരു പരിധിയിൽ കൂടുതൽ സംഭവിക്കുമ്പോൾ സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചിലപ്പോൾ അത് ആഹാര സാധനങ്ങളുടെ വില, ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ പറയും. ചിലപ്പോൾ പെട്രോൾ, ഡീസൽ അങ്ങനെ പോലുള്ള പ്രോഡക്ട്സിന്റെ വില ആയിരിക്കും കൂടുന്നത്. വി കോൾ ഇറ്റ് എസ് ഫ്യൂവൽ ഇൻഫ്ലേഷൻ. അപ്പോൾ പല സാധനങ്ങളുടെയും വിലകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഒരു സമയം കഴിയുമ്പോഴേക്കും ആൾക്കാർക്ക് സാധനങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ചില സമയത്ത് നമ്മുടെ മാർക്കറ്റിൽ തക്കാളിയുടെയും സവോളയുടെയൊക്കെ വില നന്നേ കുറഞ്ഞിരിക്കും. പെട്ടെന്ന് കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ഇതിന്റെ വില പടപട കൂടാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇൻഫ്ലേഷന് നമ്മുടെ ഇക്കോണമിയുടെ പെർഫോമൻസിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഫ്യൂവൽ പ്രൈസിൽ വരുന്ന മാറ്റം, ഫുഡിന്റെ പ്രൈസിൽ വരുന്ന മാറ്റം, ഇതൊക്കെ നമ്മുടെ ഇക്കോണമിയെ സർവ്വസാധാരണമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ ഇൻഫ്ലേഷനെ 0 ലെവലിൽ കൊണ്ടുവരാനല്ല നമ്മുടെ ഉദ്ദേശം, ഇൻസ്റ്റന്റ് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മോണിറ്ററി പോളിസി വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ എന്താണ് മോണിറ്ററി പോളിസി? മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് എടുക്കുന്ന പോളിസീസ് ആണ് മോണിറ്ററി പോളിസി. അപ്പോൾ ഈ സെൻട്രൽ ബാങ്ക് എന്തിനാണ് പോളിസി എടുക്കുന്നത്? സെൻട്രൽ ബാങ്കിന് ഡെഫിനറ്റ്ലി മണി സപ്ലൈ കൺട്രോൾ ചെയ്യണം. മണി സപ്ലൈ കൺട്രോൾ ചെയ്താൽ മാത്രമേ ഇൻഫ്ലേഷനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ ബാങ്ക് മോണിറ്ററി പോളിസി എടുക്കും. അപ്പോൾ നമ്മുടെ സെൻട്രൽ ബാങ്ക് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്. അപ്പോൾ ഇൻഫ്ലേഷന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ അഗൈൻ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് വരുമ്പോൾ, അതായത് ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുക, അതാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് കഴിഞ്ഞതിന് ശേഷം, ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഇത് സംഭവിച്ചത്? 2008 ക്രൈസിസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. 2008 എന്ത് സംഭവിച്ചത്? ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നത്. US ഇക്കോണമിയിലെ ബാങ്കിങ് സെക്ടറിൽ തുടങ്ങി, അത് പിന്നീട് US ഇക്കോണമി മൊത്തം സ്പ്രെഡ് ചെയ്തു. പിന്നീട് മറ്റുള്ള ഇക്കോണമീസിനൊക്കെ തന്നെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ക്രൈസിസ്. ഇറ്റ് ഈസ് കോസിങ് എ ലോട്ട് ഓഫ് അൺഎംപ്ലോയ്മെന്റ് സെനാരിയോ. ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. പല സ്ഥലത്തും ഇൻവെസ്റ്റ്മെന്റ് പാടെ ഇല്ലാതായി. ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ ലോസ് സംഭവിച്ചു.
പല രീതിയിൽ ഇക്കോണമിയെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഈ ഒരു ക്രൈസിസ് പ്രൊഡക്ഷനെ കുറച്ചു, ഇക്കോണമിയുടെ ഗ്രോത്തിനെ കുറച്ചു, ഡെവലപ്മെന്റ് നല്ല രീതിയിൽ കുറഞ്ഞു. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ലോകത്തിൽ മൊത്തം ഒരു നാശനഷ്ടം വിതച്ചു എന്ന് നമുക്ക് പറയാം. ദാറ്റ് മീൻസ് ദാറ്റ് ഇന്ത്യ വാസ് നോട്ട് ആൻ എക്സെപ്ഷൻ ഹിയർ. ഇന്ത്യക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പക്ഷെ മറ്റു രാജ്യങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വെച്ച് ഇന്ത്യയുടെ ബുദ്ധിമുട്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇന്ത്യക്ക് അത്ര കണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. മെയിൻലി ഡ്യൂ ടു ദ പോളിസീസ് ടേക്കൺ ബൈ ഓർ ദ സ്റ്റാൻസ് ടേക്കൺ ബൈ RBI. RBI ഇതിന് മുന്നേയും ഇതിന് ശേഷവും എടുത്തിട്ടുള്ള മെഷേഴ്സ് അത്ര കണ്ട് സ്ട്രോങ് ആയിരുന്നത് കൊണ്ടും അഗൈൻ നമ്മുടെ ഗവൺമെന്റ് ലെവലിലെ പോളിസീസ് അത്ര കണ്ട് സ്ട്രോങ് ആയിരുന്നത് കൊണ്ടുമാണ് ഇന്ത്യയെ ഒരുപാട് വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് ഈ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസിന്റെ ഇൻഫ്ലുവൻസ് ഇന്ത്യയെ നയിക്കേണ്ടി വരാത്തത്, അതായത് ഇന്ത്യക്ക് അത്ര ബുദ്ധിമുട്ടുകൾ വരാത്തത്. സോ ആഫ്റ്റർ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് India experienced a mix of prosperity of high inflation and sluggish growth. നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ അതിഭയങ്കരമായിട്ട് വന്നു ഈ ക്രൈസിസ് കഴിഞ്ഞതിന് ശേഷം. ആൻഡ് ഓൾസോ നമ്മുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ലായിരുന്നു. ഇറ്റ് വാസ് സ്ലഗിഷ്. അപ്പൊ ഞാൻ പറയാം ഇത് വരാനുള്ള മെയിൻ കാരണം, ഇപ്പൊ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്ന സമയത്ത് ആൾക്കാർക്ക് കുറെ പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. വിദേശത്ത് ജോലി ആയിരുന്ന കുറെ പേരും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. കാരണം ദീസ് പീപ്പിൾ ലോസ്റ്റ് ദെയർ ജോബ്സ്. പുറത്ത് അവരുടെ ജോബ് നഷ്ടപ്പെട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇവര് നാട്ടിലേക്ക് വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ നഷ്ടമാണ്. കാരണം അന്ന് വരെ ഇന്ത്യ റിസീവ് ചെയ്തുകൊണ്ടിരുന്ന റെമിറ്റൻസസിനും അവിടെ നഷ്ടം വന്നു. അപ്പൊ ഇവരുടെ പൈസ എടുത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇവർക്ക് നല്ല അക്കൗണ്ട് ബാലൻസ് ഒക്കെ നമ്മുടെ ബാങ്കിൽ ഉണ്ടായിരുന്നു. ഈ പൈസയാണ് പിന്നീട് നമ്മുടെ ബാങ്കുകൾ ലെൻഡിങ്ങിന് വേണ്ടി കൊടുത്തു, ലോണായിട്ട് പുറത്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ ബാങ്കുകളും വളർന്നുകൊണ്ടിരിക്കുക ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇൻഫ്ലേഷൻ സംഭവിച്ചപ്പോൾ ലോകത്തെ മൊത്തം തകിടം മറിച്ച ഒരു കോണ്ടെക്സ്റ്റ് ആയിരുന്നു ഇത്. അപ്പൊ നമ്മുടെ ആൾക്കാർ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നു. നമ്മുടെ നാട്ടിലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കുറഞ്ഞു, പ്രൊഡക്ഷൻ കുറഞ്ഞു. ഈവൻ നമ്മുടെ നാട്ടിലെ പ്രൊഡക്ഷൻ കുറഞ്ഞു എന്ന് പറയുന്നത് US-ലെയും മറ്റ് രാജ്യങ്ങളിലെയും ഒക്കെ പ്രൊഡക്ഷൻ കുറയപ്പോൾ നമ്മൾ പല സെനാറിയോയിലായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരുന്ന ഇൻപുട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ഇരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത റോ മെറ്റീരിയൽസ് മറ്റേതൊക്കെയോ രാജ്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ ഫൈനൽ ഔട്ട്പുട്ടാണ്. സോ എന്ത് സംഭവിച്ചു? മറ്റുള്ള രാജ്യങ്ങളുടെ പ്രൊഡക്ഷൻ നിന്നു. അപ്പൊ നമുക്ക് ഈ ഇമ്പോർട്ട് കിട്ടാണ്ടായി, നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള പ്രോഡക്ട്സ് ഇല്ലാതായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് റോ മെറ്റീരിയൽസ് ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാട്ടിലെയും എംപ്ലോയ്മെന്റ് ലോസ് സംഭവിച്ചു. കാരണം പ്രൊഡ്യൂസ് ചെയ്യാതെ ഒരു ഫാക്ടറിക്ക് അവിടുത്തെ ലേബറേഴ്സിന് നിലനിൽക്കാൻ പറ്റില്ല. സോ വാട്ട് ഹാപ്പൻ? നമ്മുടെ നാട്ടിലെയും കുറേ പേര് അൺഎംപ്ലോയിഡ് ആയിട്ട് മാറി. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ഗവൺമെന്റിന് കൈയും കയറ്റി നോക്കിയിരിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന അത്ര രീതിയിൽ എക്സ്പെൻഡിച്ചർ അങ്ങ് കൂട്ടി. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടി. അതായത് സബ്സിഡി ആയിട്ടും പെൻഷനായിട്ടും അങ്ങനെ പല രീതിയിലായിട്ട് ആൾക്കാരിലേക്ക് പൈസ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസംസ് ഗവൺമെന്റ് എടുത്തു. RBIയും അതേപോലെയുള്ള ആൾക്കാരിലേക്ക് പൈസ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസംസ് എടുത്തു. പക്ഷെ ഇതിന്റെ ഒരു അവസ്ഥ, അതായത് ഇത് കാരണമുണ്ടായിട്ടുള്ള ഒരു ബാഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ആയിരുന്നു. കാരണം ആൾക്കാരുടെ കയ്യിൽ പൈസയുണ്ട്, പക്ഷേ സാധനങ്ങൾ അത്രയ്ക്കും ആൾക്കാർക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് ചെയ്യുന്ന അത്രത്തോളം ആൾക്കാർക്ക് മാർക്കറ്റിൽ ഈ ഐറ്റംസിന്റെ സപ്ലൈ കണ്ടെത്താൻ പറ്റിയില്ല. സോ വാട്ട് ഹാപ്പൻ? ഇൻഫ്ലേഷൻ ഒരു സൈഡിൽ കൂടെ കൂടി, മറ്റൊരു സൈഡിൽ കൂടെ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു. So this was making a policy debate all over India. ഇന്ത്യയിൽ ഇത് വലിയൊരു ഇന്റലക്ച്വൽ ഡിബേറ്റ്, പോളിസി ലെവലിലെ ഡിബേറ്റ് തന്നെ ഉണ്ടാക്കി. അപ്പൊ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് നമ്മുടെ RBIക്കും തോന്നി, സെൻട്രൽ ബാങ്കിനും തോന്നി. സോ വാട്ട് ദീസ് പീപ്പിൾ വർ ഡൂയിങ് വാസ് ദാറ്റ് അവർ വിചാരിച്ചു ഓക്കെ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പൊ ഇവിടെ ഡെഫിനറ്റ്ലി ചുക്കാൻ പിടിക്കേണ്ടത് നമ്മുടെ RBIയുടെ തന്നെ ഉത്തരവാദിത്തമാണ്. RBI ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉള്ള മെഷേഴ്സ് എടുക്കേണ്ടത്. ഡെഫിനറ്റ്ലി ഗവൺമെന്റും എടുക്കും, പക്ഷെ ഇവിടുത്തെ മെയിൻ റോള് RBIക്കാണ്. അപ്പൊ RBI പറഞ്ഞു ഓക്കെ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം.
കാരണം ആൾക്കാർക്ക് നമ്മുടെ ആ ഒരു ഫങ്ഷനിങ്ങിലുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സോ ടു ഗെറ്റ് ബാക്ക് ദാറ്റ് ക്രെഡിബിലിറ്റി, ഈ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സംഭവം, ആൾക്കാർക്ക് നമ്മളുള്ള ആ ഒരു വിശ്വാസം, ദാറ്റ് ഗോട്ട് ഡിസ്ട്രോയിഡ് നൗ. അപ്പൊ ആൾക്കാർക്ക് പേടിയാണ്, ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. ഇത്രയും നാളും ഫൈനാൻഷ്യൽ ക്രൈസിസിന്റെ ഇഫക്റ്റ് ആയിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഇൻഫ്ലേഷൻ വന്നു, ഗ്രോത്തും വരുന്നില്ല, എന്തൊരു പ്രശ്നമാണ് എന്ന് ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്തിനാ ഗവൺമെന്റിനെയും ബാങ്കിനെയും ഒക്കെ കുറ്റം പറയാനായിട്ട് തുടങ്ങി. അപ്പൊ ഇതിൽ നിന്നും ഒരു രക്ഷ നമുക്ക് വേണം. നമ്മുടെ ഇക്കോണമിയെ നമുക്ക് വളർച്ചയുടെ ആ ഒരു പാത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ദർ ഷുഡ് ബി സംതിങ് സ്പെഷ്യൽ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇഫക്റ്റ് അവിടെ ഉണ്ടാവണം. സോ ഫോർ ദാറ്റ് ദർ ഷുഡ് ബി സം സ്പെഷ്യൽ സ്റ്റെപ്പ്. RBI വിചാരിച്ചു എന്തെങ്കിലും ഒരു മാറ്റം വേണം, ഒരു സ്പെഷ്യൽ സ്റ്റെപ്പ് നമ്മുടെ സൈഡിൽ നിന്നും ഉണ്ടാകണം. അപ്പൊ അതിനായിട്ട് നമ്മൾക്ക് ഉർജിത് പാട്ടേൽ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഉർജിത് പാട്ടേൽ നമുക്കറിയാം ഫോർമർ RBI ഗവർണറാണ് അല്ലെ. അപ്പോ ഉർജിത് പാട്ടേൽ കമ്മിറ്റി നമുക്ക് എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ നമ്മൾ ഫോം ചെയ്തു RBI ലെവലിൽ. എന്നിട്ട് ഉർജിത് പാട്ടേൽ കമ്മിറ്റിയോട് പറഞ്ഞു ഒരു റിപ്പോർട്ട്, നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് യു ക്യാൻ സബ്മിറ്റ് എ റിപ്പോർട്ട്. കാരണം നമുക്ക് whenever you are submitting a report, just include the cause of the issue and also give some recommendations. Recommendations കൂടെ തരണം, നമുക്ക് എന്താ ചെയ്യേണ്ടുന്നത്, ഇനി എന്ത് ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രതിസന്ധി ഘട്ടം മറികടക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കുറച്ച് റെക്കമെൻഡേഷൻസും കൂടെ തരാനായിട്ട് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഉർജിത് പട്ടേൽ കമ്മിറ്റി റിപ്പോർട്ട് 2014 കുറച്ച് റെക്കമെൻഡേഷൻസ് കൊടുത്തു. അപ്പോൾ ഈ റെക്കമെൻഡേഷൻസ് പ്രകാരം ദർ വാസ് സംതിങ് കോൾഡ് ടാർഗറ്റിംഗ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷനെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ RBIക്ക് കിട്ടി. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൺട്രോളിൽ പിടിച്ചു നിർത്താൻ പറ്റണം, നമുക്ക് അതിനൊന്നും ഇണക്കി വളർത്തിയെടുക്കാൻ പറ്റണം. ഇണക്കി വളർത്തുക എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ വളർത്തണം, ഒരു പരിധിയിൽ കൂടുതൽ വളർത്തരുത്, ഇതാണ് വേണ്ടത്. അപ്പൊ എവിടെ ഇത് വളർത്തണം, എവിടെ ഇതിന്റെ വളർച്ച നിർത്തണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അതനുസരിച്ചിട്ട് വേണ്ട പോളിസി ലെവൽ എടുത്ത് ഇൻഫ്ലേഷനെ ടേം ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഇങ്ങനെ നമ്മുടെ ഉർജിത് പാട്ടേൽ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞു. സോ എന്നാൽ മാത്രമേ ഈ ഇൻഫ്ലേഷൻ നമ്മുടെ മോണിറ്ററി പോളിസിയിലെ ഒരു ആങ്കറിങ് ഇഫക്റ്റോട് കൂടി കൊണ്ടുവരത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കി. അതായത് എപ്പോഴും നമ്മൾ ഇൻഫ്ലേഷൻ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഒരു പരിധിയിൽ കൂടുതൽ ഇൻഫ്ലേഷൻ നമ്മുടെ ഇക്കോണമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ വിചാരിക്കും മോണിറ്ററി പോളിസി നേരെ ഫങ്ഷൻ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും ഇൻഫ്ലേഷൻ വന്നത്. അഗൈൻ നമ്മുടെ ഗ്രോത്തിന് വേണ്ടത്ര ഇൻഫ്ലേഷൻ നമുക്ക് ഇല്ലെങ്കിൽ അഗൈൻ നമ്മൾ കുറ്റം പറയുന്നത് നമ്മുടെ മോണിറ്ററി പോളിസിയാണ്. ആദ്യം കുറ്റം പറയുന്ന മോണിറ്ററി പോളിസിയാണ്. നമ്മുടെ മോണിറ്ററി പോളിസി നേരെ വർക്ക് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ മോണിറ്ററി പോളിസിക്ക് നല്ല പേര് കേൾപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ ഇൻഫ്ലേഷനെ ടാർഗറ്റ് ചെയ്യണം എന്ന് ആര് പറഞ്ഞു? ഉർജിത് പാട്ടേൽ കമ്മിറ്റി പറഞ്ഞു. ഓക്കെ, സോ സി ദ ഇയർ ഓഫ് ഉർജിത് പാട്ടേൽ കമ്മിറ്റി റിപ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണ്. 2014 വന്നേക്കുന്നത്. ഉർജിത് പാട്ടേൽ കമ്മിറ്റി ആണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിനെ പറ്റിയിട്ട് ആദ്യം ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ മോർ. അപ്പോ ഇതെങ്ങനെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്? India was formally adopting this flexible inflation targeting in 2016. നമ്മൾ ഇതിനെ FIT-നെ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് വിളിക്കാം. അപ്പോൾ ഇത് 2016 ആണ് നമ്മൾ ഫോർമലി അഡോപ്റ്റ് ചെയ്തത്. ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് ഇതിനെ വിളിക്കാനുള്ള കാരണം ഞാൻ പറയാം പിന്നീട്. സോ ആസ് ഓഫ് നൗ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. എന്തായാലും നമ്മൾ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്താണെന്ന് പറയാം. അപ്പോൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് എന്നാണ് 2016. ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് അഡോപ്റ്റ് ചെയ്തത് 2016 ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്തത്? നമ്മുടെ RBI ആക്ട് ഓഫ് 1934 അമെൻമെന്റ് കൊണ്ടുവന്നിട്ടാണ് നമ്മളിത് മാറ്റം വരുത്തിയത്. അപ്പൊ RBI ആക്ട് ഓഫ് 1934 നമുക്ക് എന്താണെന്ന് അറിയാം. ഈ 1934 RBI ആക്ട് അനുസരിച്ചിട്ടാണ് നമുക്ക് 1935 RBI എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കിട്ടിയത് അല്ലെ. അപ്പോ ഈ ആക്ടിൽ നമ്മൾ എന്ത് ചെയ്തു? മാറ്റങ്ങൾ വരുത്തി, സം ചേഞ്ചസ് വരുത്തി. ദാറ്റ് ഇസ് കോൾഡ് ആസ് അമെൻമെന്റ്. നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ മാറ്റം വരുത്തി, അത്രേ ഉള്ളൂ. സം അഡീഷൻസും റിമൂവലും ഒക്കെ ആണ് നമ്മളിവിടെ മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ മാറ്റം വരുത്തി. അങ്ങനെ the adoption followed a monetary policy framework agreement signed between Government of India and RBI in 2015. 2016 നമ്മൾ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിൽ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ 2015 അതിന്റെ മെഷേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടെ 2015 നമ്മുടെ RBIയും അതേപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും RBIയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഇവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്തു? ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. ദാറ്റ് എഗ്രിമെന്റ് ഇസ് കോൾഡ് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എഗ്രിമെന്റ്. അപ്പൊ ഈ എഗ്രിമെന്റും പ്രകാരം നമുക്ക് 2016 ആയപ്പോഴേക്കും ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് നമുക്ക് ഫോർമലി അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, സോ മറക്കരുത്, നമ്മൾ FIT അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്തു, നമ്മുടെ RBI ആക്ട് അമെൻഡ് ചെയ്തു, 1934 ആക്ട് അമെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ 2015 തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും RBIയും തമ്മിൽ ഒരു ഫോർമൽ എഗ്രിമെന്റ്, മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. അത് രണ്ടുപേരും ഒപ്പിട്ടു, സൈൻ ചെയ്തു. എന്നിട്ട് ഇതിൻ പ്രകാരം 2016 ആയപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ ഈ ഒരു നമ്മുടെ RBI ആക്ട് ഓഫ് 1934 അമെൻഡ് ചെയ്തുകൊണ്ട് 2016 നമ്മൾക്ക് ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നുകൂടെ മനസ്സിലാക്കുക, ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് നമ്മുടെ കൺട്രിയിൽ കൊണ്ടുവരണമെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മാത്രം ശ്രമിച്ചാൽ പോരാ, RBI മാത്രം ശ്രമിച്ചാൽ പോരാ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ശ്രമിക്കണം. അതിനായിട്ടാണ് ഇവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് 2015 ആയപ്പോഴേക്കും മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് രണ്ടുപേരും സൈൻ ചെയ്തത്. എന്നിട്ട് നമ്മൾ RBI ആക്ട് 1934 അമെൻമെന്റ് നടത്തി 2016 ആയപ്പോഴേക്കും ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് സിസ്റ്റം ഫോർമലി അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, സോ മറന്നു പോകരുത്, ഇയറൊക്കെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Now, what do you think that there was a requirement of flexibility? അപ്പൊ ഞാൻ പറഞ്ഞു FIT എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആണ്. ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഫ്ലെക്സിബിൾ എന്നുള്ള വേർഡിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഓൾറെഡി പറഞ്ഞു, ഇൻഫ്ലേഷനെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് ടൈം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഫ്ലെക്സിബിലിറ്റി എന്തിനാണ് വേണ്ടത്? ബിക്കോസ് ചില സമയത്ത്, ഒട്ടുമിക്ക സമയത്തും നമ്മൾ വിചാരിച്ചിരിക്കുന്ന രീതിയിൽ നമുക്ക് എക്കോണമിയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മിക്കവാറും ഇക്കോണമി ഷോക്കുകളിൽ കൂടെ കടന്നു പോകും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, പല രീതികളിൽ ഷോക്ക് വരാം, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത രീതിയിലൊക്കെ ഈ ഷോക്ക് വരാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ റഷ്യ-യുക്രൈൻ വാർ. ഈ റഷ്യ-യുക്രൈൻ വാർ ഇന്ത്യയുടെ ഓയിൽ ഡിമാൻഡിനെയും ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ഓയിൽ ഡിമാൻഡ് ഇൻ ദ സെൻസ്, നമുക്ക് ഓയിൽ ഡിമാൻഡ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്ര ഓയിൽ നമുക്ക് വേണം, അല്ലെ? നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടത്ര ഓയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഓയിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഓയിൽ നമുക്ക് വേണ്ടത്ര സമയത്ത് വേണ്ടത്ര രീതിയിൽ ഓയിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനെയും നമ്മുടെ ഓട്ടോമൊബൈൽ സെക്ടർ, നമ്മുടെ ട്രാൻസ്പോർട്ട് സെക്ടറിനൊക്കെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോ ഇത് ഒരു ഷോക്കാണ്. ലോകത്ത് എവിടെയോ നടന്ന ഒരു പ്രശ്നം ഇന്ത്യയെ ഇങ്ങനെ ബാധിച്ചു. അത് നമുക്കൊരു സാഡ് ആയിട്ടുള്ള ഒരു സെനാറിയോ ആണ്. നമ്മളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സെനാറിയോ ആണ്. ഇത് കാരണം, അതായത് നമുക്ക് വേണ്ടത്ര ഓയിൽ കിട്ടുന്നില്ല. സോ വാട്ട് ഹാപ്പൻ? ഓയിലിന്റെ പ്രൈസ് കൂടാനായിട്ട് തുടങ്ങി. ഫ്യൂവലിന്റെ അവൈലബിലിറ്റിയിൽ വോളറ്റാലിറ്റി ഉണ്ടായി. അതേപോലെ തന്നെ നമുക്കുള്ള പ്രശ്നമാണ് ഈ കോവിഡ് പാൻഡമിക്. നമ്മൾ ഒരു കാലത്ത് വിചാരിച്ചില്ല ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ലോകം നേരിടേണ്ടി വരും. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം വന്നു. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇതെങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഒന്നും നമുക്ക് തുടക്കത്തിൽ അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ കോവിഡ് എന്താണെന്ന് മനസ്സിലാക്കി വന്നപ്പോഴേക്കും ഒരുപാട് സമയമെടുത്തു. ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഒരുപാട് സെക്ടറിനെ, ഒരുപാട് ഡിഫറെന്റ് സെക്ടേഴ്സിനെ ഇത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. നമുക്കറിയാം, ലോക്ക്ഡൗൺ ആയിരുന്നു, പ്രൊഡക്ഷൻ നടന്നില്ല, പലരുടെ ബിസിനസ്സും ലോസിൽ പോയി. പലർക്കും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരും. കാരണം
അവരുടെ സ്വപ്നങ്ങൾ വരെ തകർന്നു പോയിട്ടുള്ള അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട് ഈ കോവിഡ് കാരണം. അപ്പോ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരിക്കലും ഒന്നിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധം നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിപ്പോ കുറച്ച് എക്സാമ്പിൾ അതിനുശേഷം ഉണ്ടായ എക്സാമ്പിളും കൂടെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ 2008 ക്രൈസിസ് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നം ഇത്രയ്ക്കും രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നം വരും എന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ whenever that crisis came, അതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റാത്ത തരത്തിലായിരുന്നു. അപ്പൊ ഇനിയും ഇങ്ങനെ പ്രശ്നങ്ങൾ വരാമെന്നുള്ളൊരു എക്സ്പെക്ടേഷൻ കം ഒരു അൺസർട്ടൻ സെനാരിയോ നമുക്ക് ഉണ്ടായിരുന്നു. അതായത് ഒരിക്കലും ഇങ്ങനെ പ്രശ്നം ഇങ്ങനത്തെയോ അല്ലെങ്കിൽ ഈ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കാണും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ എപ്പോഴും നമുക്കുണ്ട്. സോ ദാറ്റ് ഈസ് സംതിങ് കോൾഡ് റിസ്ക് എലമെന്റ് അല്ലെ. എപ്പോഴും നമ്മുടെ ലൈഫ് ഈസ് അറ്റ് റിസ്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ. ബിക്കോസ് ലൈഫ് ഈസ് അഗൈൻ അൺസർട്ടൈൻ. നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ ഒരിക്കലും കംപ്ലീറ്റ് അക്യൂറസിയോട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ധാരണ നമ്മളെ കൊണ്ട് ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിലേക്ക് പോകാനായിട്ട് വഴി തെളിച്ചു തന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്കറിയാം ഫിക്സഡ് ആയിട്ട് ഇൻഫ്ലേഷൻ ഒരു ഫിക്സഡ് റേറ്റ് വെച്ച് ഇൻഫ്ലേഷനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലായ്പ്പോഴും നടക്കണം എന്നില്ല. അത് നമ്മുടെ ഈ റിയാലിറ്റിയിൽ ഈ റിസ്ക്കും അൺസർട്ടനിറ്റിയും ഒക്കെ ഉള്ള ഈ ഒരു റിയാലിറ്റിയിൽ അത് പോസിബിൾ അല്ല. സോ നമ്മൾ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ചു. സോ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഫീസിബിൾ ആൻഡ് പോസിബിൾ ടു ഹാവ് സംതിങ് കോൾഡ് ഫിക്സഡ് ഇൻഫ്ലേഷൻ ടാർഗറ്റ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് വി വിൽ ഗോ ഫോർ സംതിങ് കോൾഡ് ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റ്. അങ്ങനെ ആണ് നമ്മൾ ഈ FIT ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗിലേക്ക് നീങ്ങിയത്. Again, it provides a room to prioritize growth during downturns while returning to inflation target path over medium term. അപ്പോ പ്രോബ്ലമാറ്റിക് സെനാറിയോ ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ റെസഷൻസ് പോലുള്ള സമയത്ത്, റെസഷൻസ് നടക്കുമ്പോൾ നമ്മളുടെ മെയിൻ ടാർഗറ്റ്സ് എന്തായിരിക്കും? നമ്മൾ ഇൻഫ്ലേഷൻ അല്ല ടാർഗറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് ഗ്രോത്തിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. ഇൻഫ്ലേഷൻ എന്തോ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ ഗ്രോത്ത് ആണ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗവൺമെന്റും RBI ഒക്കെ തന്നെ ഗ്രോത്തിന്റെ പുറകെ പോകും. അപ്പൊ നമുക്കറിയാം ഗ്രോത്ത് നടക്കുമ്പോൾ എപ്പോഴും ഇൻഫ്ലേഷനും കൂടെ പുറകെ വരും. കാരണം ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. ഗ്രോത്ത് എപ്പോൾ കൂടുന്നോ ഇൻഫ്ലേഷൻ പുറകെ കൂടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഗ്രോത്തും ഇൻഫ്ലേഷനും തമ്മിൽ ഒരു ബാലൻസ് എപ്പോഴും കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാൽ കൂടിയും റെസഷൻ സമയത്ത് ഗവൺമെന്റ് ആയാലും RBI ആയാലും ഫോക്കസ് ചെയ്യുന്ന ഗ്രോത്തിനെ ആയിരിക്കും. അപ്പോൾ റെസഷൻ സമയത്ത് അല്ലെങ്കിൽ ഇക്കോണമി ഒന്ന് താഴോട്ട് വരുമ്പോൾ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഗ്രോത്തിനെ ഫോക്കസ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു പരിധി വിട്ട് ഇൻഫ്ലേഷൻ കടന്നു പോകുമ്പോൾ ഒരു പരിധി വിട്ട് ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിനെ ഒന്ന് പിടിച്ചു നിർത്താനും നമുക്ക് ഏറ്റവും നല്ലത് ഫിക്സഡ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് അല്ല, ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആണ് എന്നുള്ള ആ ഒരു അവബോധമാണ് നമ്മളെ ഫിക്സഡ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് വേണ്ട, ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് മതി എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചത്. ഓക്കെ, സോ ഇതും മനസ്സിൽ വെക്കുക. ബിക്കോസ് നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ ലൈക്ക് ഡൈനാമിക്. എപ്പോഴും ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? So let's see the target and tolerance. നമ്മൾ കുറേ നേരം കൊണ്ട് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്, ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ കുറേ പറയുന്നുണ്ട്. ബട്ട് വാട്ട് ഇസ് ഇറ്റ് ഓൾ അബൌട്ട്? ലെറ്റ്സ് സീ ദ ടാർഗറ്റ് ആൻഡ് ടോളറൻസ് ബാക്ക് ഹിയർ. അപ്പോൾ നമ്മുടെ RBI പറയാണ് നമ്മൾ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര റീസണബിൾ ആയിട്ട് വേണം ഇതിനെ കാണാൻ, നല്ല റിയലിസ്റ്റിക് ആയിട്ട് വേണം ഇതിനെ കാണാൻ, ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചോടെ ഒരു പ്രാക്ടിക്കൽ സെൻസിൽ വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ എപ്പോഴും ഒരു ചെറിയ തോതിൽ ഇൻഫ്ലേഷൻ നമ്മുടെ ഇക്കോണമിക്ക് ഗുഡാണ്. പക്ഷെ ഇത് കൈവിട്ട് പോകുമ്പോൾ പണി പാടും. അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സോ നമ്മുടെ ടോളറൻസ് ബാൻഡ് ഇതാണ് 4 + or -2. ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ പിടിക്കാൻ നോക്കുന്നത്. ഇൻഫ്ലേഷൻ നമുക്ക് 4% ടാർഗറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, 4% നമ്മൾ ടാർഗറ്റ് ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷെ അത് എപ്പോഴും നടക്കണം എന്നില്ല. നമുക്കറിയാം മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ ഇൻഫ്ലേഷൻ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഇസ് വൈ യു ആർ ബ്രിങ്ങിങ് സംതിങ് കോൾഡ് ഫ്ലെക്സിബിലിറ്റി ആസ്പെക്ട് ഹിയർ +or -2. അതായത് ഇങ്ങനെ നമ്മളൊരു ടോളറൻസ് ബാൻഡ് കൊണ്ടുവന്നാൽ ഈ +or -2 എന്ന് പറയുന്നതാണ് ടോളറൻസ് ബാൻഡ്. ഓക്കെ, ഇതാണ്
നമ്മളെ പ്രൈസ് സ്റ്റെബിലിറ്റിയിലേക്ക് ഗ്രോത്തിലേക്കും നമ്മളെ ഒരുപോലെ ഒരുമിച്ച് പോകാനായിട്ട് അനുവദിക്കുന്നത്. സോ ദാറ്റ് ദിസ് വിൽ ഹെൽപ്പ് us ടു അലൈൻ വിത്ത് അവർ ഗ്ലോബൽ നോംസ് ഓഫ് എമർജിങ് ഇക്കോണമീസ്. ഇമേർജിംഗ് ഇക്കോണമീസിന്റെ ഗ്ലോബൽ നോംസ് ആയിട്ടും കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ 4 ആണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. ദിസ് ഇസ് വാട്ട് വി ആക്ച്വലി വാണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ദിസ് ഇസ് അവർ ആക്ച്വൽ ടാർഗറ്റ്. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. പക്ഷേ ഇതിങ്ങനെ 4 മാത്രം 4% ഇൻഫ്ലേഷൻ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മൈ നോട്ട് ബി റിയലിസ്റ്റിക്. അതൊരു അൺറിയലിസ്റ്റിക് സെനാറിയിലേക്ക് പോകും. കാരണം ലോകം ഡൈനാമിക് ആണ്, മാറിക്കൊണ്ടേയിരിക്കുന്നു. എപ്പോഴും ഒരു ക്ലോസ് ടാർഗറ്റ് പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ RBI പറഞ്ഞു, സോ വി വിൽ കീപ് ആൻ അപ്പർ ബൗണ്ട് ആസ് 4+2. ഈ 4+2 നമുക്കറിയാം 6. ദിസ് വുഡ് ബി അവർ മാക്സിമം. ഇതാണ് നമ്മുടെ മാക്സിമം. ഇതായിരിക്കണം നമ്മുടെ മാക്സിമം. Again, what is the lower bound? 4 - 2, which is 2. ഇതായിരിക്കണം നമ്മുടെ മിനിമം. അപ്പൊ എന്താണ് പറയുന്നത്? നമ്മുടെ നാട്ടിലെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും 6ന്റെ മുകളിൽ പോകാൻ പാടില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. ആൻഡ് ഓൾസോ താഴോട്ട് വരികയാണെങ്കിൽ ഒരു കാരണവശാലും ഇത് 2%-നേക്കാൾ കുറയാനും പാടില്ല. ഇപ്പൊ 4 അറ്റൈൻ ചെയ്യുകയാണ് നമ്മുടെ മെയിൻ ഇന്റൻഷൻ. എല്ലാ സമയത്തും 4 അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. സോ ലെറ്റ്സ് ഹാവ് എ ടോളറൻസ് ബാൻഡ് വിത്ത് 4 + or -2. അപ്പോൾ 4+2 6. ദാറ്റ് ഷുഡ് ബി അവർ മാക്സിമം. ഒരു കാരണവശാലും നമ്മുടെ ഇൻഫ്ലേഷൻ 6% ക്രോസ് ചെയ്യരുത് എന്ന് നമ്മൾ ഉറപ്പിക്കണം. Again, coming to the lower bound, 4 - 2, 2, which is the minimum. 2 വരെ 2% inflation rate എങ്കിലും നമുക്ക് വേണം. So this is the case. Okay, so I hope now everything is clear. 3 നേരം നമ്മൾ പറഞ്ഞ ആ ഒരു കഥ കംപ്ലീറ്റ് ആയി. ഇപ്പോ ഇനി അപ്പോ since adopting FIT in 2016, inflation volatility decreased. അപ്പോൾ നമ്മൾ ഈ 2016 ഈ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വോളറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് അവിടെ ഡിക്രീസ് ചെയ്തു. വാട്ട് ഇസ് വോളറ്റാലിറ്റി? വി ആർ ടോക്കിംഗ് അബൌട്ട് ഫ്ലക്ച്വേഷൻസ്. ഓക്കെ, ഈ ഫ്ലക്ച്വേഷൻസ് എന്ത് സംഭവിച്ചു? അവിടെ ഒരു റിഡക്ഷൻ സംഭവിച്ചു. Now, the current band provides flexibility to absorb shocks from fuel, food, global volatility, with 94% of inflation staying within the range. അപ്പോൾ ഒരു 94% ഇൻഫ്ലേഷനെയും നമുക്ക് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്കറിയാം എല്ലായിടത്തും ഇങ്ങനെ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഫ്ലെക്സിബിലിറ്റി അലോ ചെയ്യുമ്പോൾ, കാരണം നമുക്ക് അലോ ചെയ്തേ പറ്റുള്ളൂ, എല്ലായിടത്തും വോളറ്റാലിറ്റി ആണല്ലേ. സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഹാർഡ് ടു സീ. സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് വേണ്ടത്. ദിസ് ഇസ് വാട്ട് വി വാണ്ട് എവരിവെയർ. പക്ഷെ ഇത് അറ്റൈൻ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഓൾമോസ്റ്റ് ലൈക്ക് ഇറ്റ്സ് ഇമ്പോസിബിൾ. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഈ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിൾ ആണ്. പക്ഷെ എത്രമാത്രം നമുക്ക് സ്റ്റെബിലിറ്റിയോട് അടുക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ സ്റ്റെബിലിറ്റിയോട് അടുത്തിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അത് നമുക്ക് ചെയ്യാം. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ എത്രമാത്രം കൂടുതൽ സ്റ്റെബിലിറ്റിയോട് അടുത്തിരിക്കാൻ പറ്റുമോ അത്രയും മാത്രം അടുത്തിരുന്നാൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ് അല്ലെ. അപ്പോൾ നമ്മൾ ഈ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് അഡോപ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പരിധി വരെ നമുക്ക് വോളറ്റാലിറ്റി കുറയ്ക്കാനും സ്റ്റെബിലിറ്റിയോട് കൂടുതൽ അടുക്കാനും പറ്റി. അപ്പോൾ ഗ്ലോബൽ ലെവലിൽ പല ഷോക്കുകൾ ഉണ്ടായി. ഫുഡിന്റെ പ്രൈസും ഫ്യൂവലിന്റെ പ്രൈസും ഒക്കെ മാറി മാറി വന്നു. പക്ഷെ സ്റ്റിൽ 94% ഓഫ് ദ ഇൻഫ്ലേഷനെ നമുക്ക് നമ്മുടെ ടോളറൻസ് ബാൻഡിൽ കൊണ്ടുവരാനായിട്ട്, നമ്മൾ ആ ഒരു റേഞ്ചിൽ കൊണ്ടുവരാനായിട്ട് പറ്റി ആഫ്റ്റർ 2016. സംതിങ് സോ മച്ച് ഗ്രേറ്റ് അല്ലെ. ഇനി ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് സം കീ ഫീച്ചേഴ്സ് ഓഫ് FIT. അപ്പോൾ ഇവിടെ നമ്മൾ ടാർഗറ്റ് മെട്രിക് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്, CPI. അപ്പൊ CPI എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു ബാസ്ക്കറ്റ് എടുക്കുന്നു, കൺസംഷൻ ബാസ്ക്കറ്റ് എടുക്കുന്നു. ഈ ബാസ്ക്കറ്റിലുള്ള ഗുഡ്സിന്റെ കേസ് പ്രൈസ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? CPI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അഗൈൻ മാൻഡേറ്റ് എന്ന് പറയുന്നത് CPI ലൈക്ക് നമ്മുടെ ടോളറൻസ് ബാൻഡ്
ടാർഗറ്റ് 4%, ടോളറൻസ് ബാൻഡ് +or -2 എന്ന് പറയുന്ന ഈ ഒരു ബാൻഡിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം 6% പോവുക, മിനിമം 2% പോവുക. ഇതിൽ കൂടുതലോ കുറവോ ആയി പോകരുത് എന്നുള്ള ഒരു ഇന്റൻഷൻ നമുക്കുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. സോ ഇതൊക്കെ നമുക്ക് വേഗം പോവാം. ഇനി ഇവിടുത്തെ റിവ്യൂ പീരീഡ് എന്ന് പറയുന്നത് എല്ലാ 5 വർഷവും നമ്മൾ ഇത് റിവ്യൂ ചെയ്യും. എങ്ങനെയാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരു മെഷർ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. ആൻഡ് ഹു വിൽ ബി ഡൂയിങ് ഓൾ ദീസ് തിങ്സ്? ഇറ്റ് വുഡ് ബി മോണിറ്ററി പോളിസി കമ്മിറ്റി. മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ 6-member ബോഡി. 6-member ബോഡി. അപ്പോൾ ഈ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു ബോഡിയിൽ 6-member ബോഡിയിൽ there would be representatives from RBI as well as representative from the government. ഗവൺമെന്റ് ലെവൽ റെപ്രസെന്റേറ്റീവ്സും ഉണ്ടാവും, RBI ലെവൽ റെപ്രസെന്റേറ്റീവ്സും ഉണ്ടാവും. അപ്പോൾ ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി ആണ് ഇവിടെ ഡിസിഷൻ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ ഇക്കോണമിയുടെ ഫംഗ്ഷനിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാലും നമുക്ക് എല്ലാം കൂടി RBIയുടെ തലയിൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. Definitely RBI is playing something very very important role when it comes to money supply, monetary policy ഇതൊക്കെ. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മുടെ ഗവൺമെന്റ് വെറുതെ ഇരിക്കുകയാണോ? Definitely government is also doing something great. അപ്പോൾ ഇവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വിചാരിച്ചാലേ നമ്മുടെ ഇക്കോണമിയിലെ പ്രോബ്ലംസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, പ്രോബ്ലംസ് ഇല്ലാതാക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ പ്രോബ്ലംസിന്റെ ഇമ്പാക്ട് കുറയ്ക്കാനായിട്ട് പറ്റും, അല്ലെ? അപ്പൊ അതുകൊണ്ട് whenever it comes to monetary policy committee നമ്മുടെ ഗവൺമെന്റും റെപ്രസെന്റേറ്റീവ്സും അവിടെ ഉണ്ട്, RBIയുടെ റെപ്രസെന്റേറ്റീവ്സും അവിടെ ഉണ്ട്. ഇറ്റ് ഈസ് എ 6-member ബോഡി. ഓക്കെ, ഇനി let's see the performance of this FIT framework. ഇവിടെ disinflation was achieved sometime. What is disinflation? ഇൻഫ്ലേഷന്റെ ആ ഒരു റേറ്റ് ഓഫ് ഗ്രോത്ത് കുറയുകയാണ്. സോ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു, പക്ഷേ റേറ്റ് ഓഫ് ഇൻക്രീസിങ് പ്രൈസ് ഇതിന് എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ ഇത് താഴോട്ട് വരികയാണ്. സോ റേറ്റ് ആണ് താഴോട്ട് വരുന്നത്, ആക്ച്വൽ പ്രൈസ് അല്ല താഴോട്ട് വരുന്നത്. അത് ആലോചിക്കുക. റേറ്റ് ഓഫ് റൈസ് ഇൻ പ്രൈസ് ആണ് താഴോട്ട് വരുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് എസ് ഡിസ്ഇൻഫ്ലേഷൻ. നമുക്ക് ഡിസ്ഇൻഫ്ലേഷൻ കൊണ്ടുവരാൻ പറ്റി. ആക്ച്വലി ഫ്രം 2016 to 2025 ഈ ഒരു റേഞ്ച് എടുക്കുമ്പോൾ നമുക്ക് ഡിസ്ഇൻഫ്ലേഷൻ കൊണ്ടുവരാൻ പറ്റി. ഇൻഫ്ലേഷൻ റേറ്റ് വാസ് കമ്മിങ് ഡൗൺ ഫ്രം 6.8 before flexible inflation targeting to 4.9. അപ്പോൾ 6.8 ആയിരുന്നു ബിഫോർ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ. ഇതിനെ നമുക്ക് 4.9% ആയിട്ട് കുറച്ച് കൊണ്ടുവരാൻ പറ്റി. ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്, അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് നമുക്ക് ഈ ഒരു ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റ് വഴി ഉണ്ടാക്കി. അടുത്തത്, we could anchor the expectations. അപ്പോൾ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഉപയോഗിക്കുന്നത് വി കുഡ് സ്റ്റെബിലൈസ് ലോങ് ടേം ഇൻഫ്ലേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ജീവിക്കുന്ന വേൾഡ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഫ്ലക്ച്വേഷൻസ് ആണ്. മൊത്തത്തിൽ ഡൈനാമിക് കേസസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇന്ന് ഇൻഫ്ലേഷൻ നമ്മുടെ ലോകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ നാളെ ഇതിനേക്കാൾ പ്രൈസ് കൂടിയേക്കാം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസ് നമ്മൾ ഫോം ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴാണോ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് ഫോം ചെയ്യുന്നത് അതനുസരിച്ച് നമ്മുടെ കൺസംഷൻ ബിഹേവിയറിനും മാറ്റം വരും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ തിങ്കളാഴ്ച ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് 5 രൂപയായിരുന്നു എന്ന് വിചാരിക്കാം. ചൊവ്വാഴ്ച ആയപ്പോഴേക്കും, ഞാൻ ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ ആണ് എടുക്കുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ. ചൊവ്വാഴ്ച ആയപ്പോഴേക്കും ഇതിന്റെ പ്രൈസ് 8 രൂപയായിരുന്നു വിചാരിക്കാം. വെനസ്ഡേ ആയപ്പോഴേക്കും ഇതിന്റെ പ്രൈസ് ലെറ്റ് ഇറ്റ് ബി 11 രൂപയായി. തേഴ്സ്ഡേ ആയപ്പോഴേക്കും ഇതിന്റെ പ്രൈസ് ഒരു 13 രൂപയായി. ആൻഡ് ഫ്രൈഡേ ആയപ്പോഴേക്കും ഇതിന്റെ പ്രൈസ് ലെറ്റ് ഇറ്റ് ബി ഒരു 20 രൂപയായി. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്, ഈ കൺസേൺ പ്രോഡക്റ്റിന്റെ പ്രൈസ് എല്ലാ ദിവസവും ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ന വ്യക്തി റാഷണൽ ആണെങ്കിൽ വാട്ട് വിൽ യു ഡു? നിങ്ങൾക്ക് ഈ സാധനം വേണം, നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണം. വിൽ യു ബി കൺസ്യൂമിങ് ഇറ്റ് ഓൺ ഫ്രൈഡേ? ഓർ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഞാൻ അടുത്ത സൺഡേ ആവട്ടെ അപ്പൊ വാങ്ങിക്കാം എന്ന് വിചാരിക്കും? നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് സാധനം വേണം, അപ്പൊ നിങ്ങൾ ഇപ്പൊ വാങ്ങോ അതോ അടുത്ത സൺഡേ ആവട്ടെ എന്ന് വിചാരിക്കും? അല്ലെങ്കിൽ ഈ അടുത്ത കമ്മിങ് സൺഡേ തന്നെ വാങ്ങാം എന്ന് വിചാരിക്കും? യു വിൽ പർച്ചേസ് ഇറ്റ് ഓൺ ഫ്രൈഡേ. നിങ്ങൾ ഫ്രൈഡേ തന്നെ പർച്ചേസ് ചെയ്യും. കാരണം എന്താണ്? യു ആർ എക്സ്പെക്ടിങ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ.
ഫ്യൂച്ചറിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഇൻഫ്ലേഷൻ വലിയ തോതിൽ വരും എന്നാണ് അല്ലെ. അപ്പോൾ ആസ് എ കൺസ്യൂമർ, ആസ് എൻ ഇൻവെസ്റ്റർ, നിങ്ങൾക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് അൺസർട്ടനിറ്റി. ഈ അൺസർട്ടനിറ്റി കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലോകത്ത് വരുന്നുണ്ട്. നമ്മുടെ എക്സ്പെക്ടേഷൻസ് നമ്മളെ ചിലപ്പോൾ തെറ്റായ ദിശയിലേക്കൊക്കെ നയിക്കും, ചിലപ്പോൾ ശരിയായ ദിശയിലേക്കായിരിക്കും. ഇറ്റ് ഡിപ്പെൻസ്. ചിലപ്പോൾ തെറ്റായ ദിശയിലേക്കും നയിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ട് ഇൻഫ്ലേഷനെ കുറച്ചൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇവിടെ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഉണ്ടെങ്കിൽ പറ്റും. Again, പോളിസി ഫ്ലെക്സിബിലിറ്റി. അതായത് നമുക്കറിയാം മൊത്തത്തിൽ കാര്യങ്ങൾ കൈവിട്ട് പൊക്കോണ്ടിരുന്ന സമയമായിരുന്നു ഈ കോവിഡ് പാൻഡമിക് സമയം, അതേപോലെ തന്നെ ഈ റഷ്യ-യുക്രൈൻ വാർ. കോവിഡ് ആയപ്പോൾ മൊത്തത്തിൽ ലോകം മൊത്തം ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ. യുക്രൈൻ റഷ്യ വാർ ആയപ്പോഴേക്കും പല രാജ്യങ്ങൾ ഈ യുക്രൈനിൽ നിന്നും റഷ്യയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നു. അതുവരെ ഇപ്പൊ പെട്ടെന്ന് വാർ അങ്ങ് അതിഭയങ്കരമായ രീതിയിൽ വളർന്നു വന്നപ്പോൾ അത്രയും നാള് ഇത്തരം രാജ്യങ്ങളിൽ നിന്നും സാധനം വാങ്ങിക്കൊണ്ടിരുന്ന രാജ്യങ്ങൾക്ക് പ്രശ്നം ആയി, തിരിച്ചടിയായി. ഇന്ത്യക്കും അതാണ് സംഭവിച്ചത്. നമുക്ക് ഓയിൽ ഒന്നും കിട്ടാതായി. ദർ വാസ് സംതിങ് കോൾഡ് എ പ്രോബ്ലം റിലേറ്റഡ് ടു സപ്ലൈ ഓഫ് ഓയിൽ. ഏകദേശം ഒരു ഓയിൽ ക്രൈസിസിന്റെ അടുത്ത് വരെ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു ഓയിൽ ഷോക്ക് തന്നെയായിരുന്നു. നമുക്ക് വേണ്ട ഓയിൽ കിട്ടാനുള്ള ബുദ്ധിമുട്ട് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. സോ RBI ഷിഫ്റ്റഡ് ഫോക്കസ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് ഗ്രോത്ത്. കാരണം നമുക്കറിയാം ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് നമ്മൾ വെച്ചതിന്റെ ഉദ്ദേശം തന്നെ നമുക്കറിയാം. ചില സമയത്ത് നമുക്ക് ഗ്രോത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യണം, ചില സമയത്ത് നമുക്ക് ഇൻഫ്ലേഷനെ പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു മാറ്റം എപ്പോഴും അനിവാര്യമാണ്. അപ്പൊ അത് പോസിബിൾ ആകണമെങ്കിൽ എപ്പോഴും ഫിക്സഡ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് വെച്ചിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മുടെ ഇന്ത്യക്ക് ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് മെത്തേഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റി എന്നും പറയാൻ പറ്റും. Again, സോ ഇത് നമ്മൾ പറഞ്ഞു എക്സോജിനസ് ഷോക്സിനെ നമുക്ക് ഒരു പരിധി വരെ ഡീൽ ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോ കോവിഡിന്റെ കേസ് ആണെങ്കിലും ഗ്ലോബൽ കോൺഫ്ലിക്ട്സ് ലൈക്ക് യുക്രൈൻ റഷ്യ വാർ ആണെങ്കിലും ഇത് തന്നെയാണ് സംഭവം. ഇനി നമുക്കറിയാം ഈ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസിൽ കൂടെ ഒന്ന് അഡ്രസ് ചെയ്യണം. അപ്പോൾ എക്സോജീനസ് ആയിട്ടുള്ള ഷോക്സ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഷോക്സ്, ഈ ഷോക്കുകൾ കോവിഡ് ആണെങ്കിലും യുക്രൈൻ റഷ്യ വാർ ആണെങ്കിലും നമുക്ക് ഷോക്ക് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഷോക്ക് വന്നു എന്നുള്ളത് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മുടെ ഇക്കോണമിയുടെ കാര്യമാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ലാതെ പുറത്തെ ഇക്കോണമീസിന്റെ കാര്യങ്ങൾ, അതിന്റെ അകത്ത് എന്ത് നടക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഉണ്ട്, പക്ഷെ അതിൽ കടന്നില്ല. അപ്പൊ ഈ എക്സ്റ്റേണൽ ഷോക്ക് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ഇരുട്ടടി പോലെ വന്നു എന്ന് പറയും. നമുക്ക് നമുക്ക് കണ്ണടച്ച് തുറക്കുന്ന ആ ഒരു സമയത്തായിരിക്കും ഒരു ഫ്ലാഷ് ലൈറ്റ് അടിച്ചതുപോലെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു പോകുന്നത്. അപ്പോ ഇത് എപ്പോഴും ഒരു പ്രശ്നമാണ്. Again, ഈ CPI ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ മെഷർമെന്റ് ഇവിടെ ഒരു പരിധി വരെ കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം വരുന്നത് നമ്മുടെ ബേസ് ഇയർ എടുക്കുമ്പോഴാണ്. ബേസ് ഇയർ ഏത് ഇയറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫ്ലേഷൻ എടുക്കുന്നത് എന്നുള്ളത്. ഇപ്പോഴും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഈ 2012 നിൽക്കുന്നത്. ഇതിനെ ബേസ് ഇയർ ആക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ CPI ബേസ്ഡ് കാര്യങ്ങൾ നോക്കുന്നത്. നമുക്കറിയാം 2011-12 അതിൽ തന്നെ നമ്മൾ പിടിച്ചു നിൽക്കാനും ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ ഷിഫ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സജഷൻസും വരുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിന്ന് മാറാനും. പക്ഷെ മാറിയേ പറ്റൂ. കാരണം ഇപ്പൊ നമ്മൾ 2025 ഇപ്പോഴും 2012 നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബാഡ്. നമുക്ക് ഇതിനിടയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായില്ലേ. 2012-ഉം 2025-ഉം ഇതിനിടയിൽ എന്തോരം മാറ്റങ്ങൾ ഉണ്ടായി. ഇഫ് വി ആർ നോട്ട് ഏബിൾ ടു റിഫ്ലക്ട് ദാറ്റ് ചേഞ്ച്, വാട്ട് ഈസ് ദ യൂസ്? അപ്പോ ഇപ്പോഴും നമ്മൾ 2012-നെ ബേസ് ആയിട്ട് എടുത്തിട്ട് നിൽക്കുകയാണെങ്കിൽ വി ആർ പ്രിറ്റി ഷുവർ ദാറ്റ് ദിസ് വോണ്ട് ബി റിഫ്ലക്ടിങ് എനി റീസെന്റ് കൺസംഷൻ പാറ്റേൺ.
ഫുഡ് വെയിറ്റിൽ വന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടേക്കാം, വിച്ച് മൈറ്റ് ബി എ പ്രോബ്ലം. ഓക്കെ, അഗൈൻ അപ്പൊ ഇതൊക്കെ നമ്മൾ ഡിബേറ്റ്സിലേക്ക് നയിക്കുകയാണ്. ഈ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് നല്ലതാണോ, അതോ ഇത് വേണോ വേണ്ടയോ എന്നുള്ള ഡിബേറ്റ്സ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറെ ഡിബേറ്റ്സ് ഉണ്ട്. ദ ഫസ്റ്റ് ഡിബേറ്റ് ഇസ്, ഷുഡ് ദ RBI കണ്ടിന്യൂ ടു ടാർഗറ്റ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ഓർ സ്വിച്ച് ടു കോർ ഇൻഫ്ലേഷൻ. അപ്പൊ ഇപ്പോഴും നമ്മൾ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഫുഡും ഫ്യൂവലും ഇവരെ രണ്ടുപേരും കൂടെ എടുത്തിട്ട് ഇവരുടെ പ്രൈസും കൂടെ അതിലും കൂടെ വരുന്ന മാറ്റങ്ങൾ നമ്മൾ എടുക്കും. കാരണം നമുക്കറിയാം ഫുഡും ഫ്യൂവലും ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് ഒരിക്കലും വി കാൺ മേക്ക് എ കൺസംഷൻ ബാസ്കറ്റ്. ദിസ് ഫോംസ് a major part of our consumption basket. അല്ലെ? അപ്പൊ ഇതില്ലാതെ നമുക്ക് ഒരു കൺസംഷൻ ബാസ്കറ്റിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. ഫുഡ് ഇറ്റ്സെൽഫ് അഗൈൻ നമുക്ക് ഫുഡ് ഇല്ലാതെ ജീവിക്കാൻ പോലും പറ്റില്ല. പിന്നെയല്ലേ ഫ്യൂവൽ. അപ്പൊ ഫ്യൂവലും അഗൈൻ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. ഇത് രണ്ടും മാറ്റി നിർത്തിയിട്ട് ഫുഡും ഫ്യൂവലും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോർ ഇൻഫ്ലേഷൻ വെച്ചിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ കാൽക്കുലേഷൻ ചിന്തിക്കാൻ പറ്റില്ല. സോ ഇപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, RBI നമ്മുടെ ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ തന്നെ വെച്ചിട്ട് പോയാൽ മതിയോ, അതോ കോർ ഇൻഫ്ലേഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യണോ? അപ്പൊ കുറെ പേര് പറയുന്നത് കോർ ഇൻഫ്ലേഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം, കുറെ പേര് പറയുന്നുണ്ട് പറ്റില്ല ഫുഡും ഫ്യൂവലും ഇവിടെ മാറ്റാനുള്ള മാറ്റിയ പിന്നെ എന്താണ് അവിടെ ഉള്ളത്? ഇവരാണ് മേജർ പാർട്ട് ഓഫ് അവർ കൺസംഷൻ. സോ വി കാൺ ഗോ ടു സംതിങ് കോൾ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നു. സോ ഇറ്റ്സ് എ ഡിബേറ്റ്. അഗൈൻ ദ നെക്സ്റ്റ് ഡിബേറ്റ് ഇസ്, ഷുഡ് RBI കണ്ടിന്യൂ വിത്ത് എ പോയിന്റ് ടാർഗറ്റ്. 4% എന്ന് പറയുന്ന ജസ്റ്റ് ഒരു സിംഗിൾ ഫിക്സഡ് ടാർഗറ്റിൽ നിന്നാൽ പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാ വെറുതെ ഈ ടോളറൻസ് ബാൻഡ് ഒക്കെ കൊണ്ടുവന്ന് +or-2 കൊണ്ടുവരുന്നത്? പക്ഷെ കുറെ പേര് പറയുന്നുണ്ട് നോ, വി ഷുഡ് അഡോപ്റ്റ് എ റേഞ്ച്. നമുക്ക് ഈ പറയുന്ന റേഞ്ച് എപ്പോഴും വേണം. ഈ +or-2 കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ ജീവിക്കുന്ന റിയാലിറ്റിയിലാണ്, നമ്മൾ ജീവിക്കുന്ന ഒരു ഹൈപ്പോതെറ്റിക്കൽ സെറ്റിങ്ങിലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ മാറ്റങ്ങൾ അനുസരിച്ച് നമുക്ക് മാറണമെങ്കിൽ നമ്മൾ മോണിറ്ററി പോളിസി ഇൻഫ്ലേഷനെ ടൈം ചെയ്യണമെങ്കിൽ ഈ ടൈമിങ്ങിന് നമുക്ക് ഈ ഒരു ടോളറൻസ് ബാൻഡ് വേണം എന്നും പറയുന്നവരുണ്ട്. Now, so that means there is something more to be done. We have to definitely revise the CPI base year. Base year 2012 നിന്ന് മാറ്റം വന്നേ പറ്റൂ. കുറച്ചുകൂടെ റീസൺ ആയിട്ടുള്ള ഇയറിലേക്ക് നമ്മൾ വരണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു അപ്ഡേഷൻ വരത്തുള്ളൂ. നമ്മുടെ ഇക്കോണമിയിലെ സ്ട്രക്ചറൽ ചേഞ്ചസിനെ നമ്മൾ മനസ്സിലാക്കി ഇത് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഇയറിലേക്ക് നമ്മൾ വരണം. അത് കൺസംഷന്റെ കഥകളും ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ റിഫ്ലക്ട് ചെയ്യണം. എസ്പെഷ്യലി കൺസംഷന്റെ കാര്യങ്ങൾ നമ്മൾ റിഫ്ലക്ട് ചെയ്തേ പറ്റൂ. ഇതില്ലെങ്കിൽ നമ്മളെ ഈ മെഷർമെന്റിൽ ഒരുപാട് മിസ്റ്റേക്സ് വരും, ഒരുപാട് എറേഴ്സും വരും. ഇതൊക്കെ നമ്മൾ മാറ്റണം. ഇത് നമ്മൾ മാറ്റണം. നമ്മുടെ ബേസ് ഇയർ എന്ന് പറയുന്ന ഐഡിയ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഇയർ 2012 നിന്നും നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചിന്തിക്കേണ്ട ആവശ്യമാണ്. ബാക്കിലോട്ടല്ല മുന്നോട്ട്. കാരണം എന്നാൽ മാത്രമേ നമ്മുടെ റീസെന്റ് ചേഞ്ചസ് നമുക്ക് എടുക്കാൻ പറ്റൂ. ഓക്കെ, വി ഹാവ് ടു റീറ്റെയിൻ സം കോർ ട്രെൻഡ്സ്. അതായത് വി ഹാവ് ടു ലുക്ക് ഓൺ ടു ദ ഇൻബിൽറ്റ് കേപ്പബിലിറ്റി ഓഫ് ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്. ഈ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിന് അതിൻ്റെതായിട്ടുള്ള കഴിവുകളുണ്ട് ടു റെസ്പോണ്ട് ടു ദ ഷോക്സ്. അപ്പോൾ ഈ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിന് ഒരു കാരണവശാലും ഡോണ്ട് ഗോ ഫോർ അണ്ടർ എസ്റ്റിമേഷൻ. ഈ അണ്ടർ എസ്റ്റിമേഷൻ ഒരിക്കലും നല്ലതല്ല. ഇറ്റ്സ് ബാഡ്. ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷന്റെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമ്മൾ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ആണ് എല്ലാം എന്നും മനസ്സിലാക്കണം. സോ വിത്തൗട്ട് ഡൈല്യൂട്ടിങ് ദ ആങ്കർ, we need to understand the capability of flexible inflation. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടടുത്ത് സ്ട്രെസ് കൊടുക്കണം. നെക്സ്റ്റ്, ക്രെഡിബിലിറ്റി കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ RBIയുടെ പോളിസി, മോണിറ്ററി പോളിസിയിൽ ആൾക്കാർക്ക് ഒരു വിശ്വാസം വേണം, അല്ലെ? സോ ഇതിലൊരു വിശ്വാസം വേണമെങ്കിൽ നമ്മൾ RBI കുറെയൊക്കെ പറയുന്ന കാര്യങ്ങൾ അവിടെ അതേപോലെ വരണം. അല്ലെങ്കിൽ RBI എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻസി വേണം. അതായത് RBI ഒരു സമയത്ത് ഒന്ന് പറഞ്ഞു, പിന്നീട് അത് പറഞ്ഞത് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് വിശ്വാസം വരും.
ഇല്ല. ഒന്ന് പറയുന്നു ഒന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇല്ല, വിശ്വാസം വരില്ല. സോ credibility should be ensured by ensuring consistency of the RBI policies. ഡെഫിനറ്റ്ലി ഈ ഫ്രീക്വന്റ് ചേഞ്ചസ് മാറ്റും. അപ്പൊ RBI നമുക്ക് വെറുതെ കുറ്റം പറയാൻ പറ്റില്ല. RBI ചിലപ്പോൾ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് അത് നടക്കാതിരിക്കുന്നത് കൊണ്ടായിരിക്കും RBI എന്ത് ചെയ്യുന്നത്, പോളിസി ചേഞ്ചിലേക്ക് പോകുന്നത്. അപ്പോൾ ആൾക്കാരുടെ വിശ്വാസം കുറയാണ്. ആൾക്കാർ അന്ന് വരെ RBI പറഞ്ഞിരുന്ന കാര്യവും വിശ്വസിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ RBI പറഞ്ഞ കാര്യമല്ല ചെയ്യുന്നതെങ്കിൽ RBI പറയുന്ന കാര്യമല്ല ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് ആൾക്കാർ പിന്നെ RBI നോക്കി കാണുന്നത്. RBI എന്തെങ്കിലും ഒരു പോളിസി കൊണ്ടുവരാണ്, ഒരു പോളിസി ചേഞ്ച് കൊണ്ടുവരാണ്, ആൾക്കാർ പറയും നോ വിശ്വസിക്കണ്ട, കാരണം മാറ്റങ്ങൾ വരുമായിരിക്കും. അങ്ങനെ ഒരു സെനാറിയോയിലേക്ക് പോകരുത്. സോ RBI ഓൾസോ നീഡ് ടു ബി മോർ കെയർഫുൾ അല്ലെ. RBI ഷുഡ് ബി വെരി കെയർഫുൾ. RBI ഷുഡ് ബി വെരി കെയർഫുൾ എന്ന് പറഞ്ഞാൽ RBI നീഡ്സ് ടു ബി വെരി കെയർഫുൾ വെനെവർ ഇറ്റ് ഈസ് മേക്കിംഗ് സം കൈൻഡ് ഓഫ് അനൗൺസ്മെന്റ്. കാര്യങ്ങൾ തികച്ചും മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ. RBIക്ക് റിസർച്ച് വിങ് ഉണ്ട്, നല്ല രീതിയിൽ ഡേറ്റ അനലൈസ് ചെയ്ത് പഠിക്കുന്നുണ്ട്, ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി അഗൈൻ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കയ്യിലല്ല ഫ്യൂച്ചർ. അപ്പൊ പബ്ലിക്കും RBIയും തമ്മിൽ, പബ്ലിക്കും മോണിറ്ററി പോളിസിയും തമ്മിൽ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പൊ RBI പറഞ്ഞ കാര്യത്തിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടാണ് പോളിസിയിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഉത്തരവാദിത്തം പബ്ലിക്കിനും ഉണ്ട്. അഗൈൻ പബ്ലിക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ അത് RBIയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും എന്നുള്ളത്. അതായത് RBI ഇന്നത് പറഞ്ഞു, ഇന്നത് ചെയ്തു, അതുകൊണ്ട് RBI വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പബ്ലിക്ക് പറഞ്ഞാൽ അത് RBIയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുമല്ലോ എന്നുള്ളൊരു കാര്യം RBIയും ചിന്തിക്കണം. അപ്പൊ ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അത് ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അഡ്രസ് ഫുഡ് എനർജി ഷോക്സ്. കാരണം എനർജിയൊക്കെ അതിഭയങ്കരമായിട്ടുള്ള സ്ട്രാറ്റജിക് സെക്ടർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഇസ് അഗൈൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫുഡ് ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പൊ ഈ എനർജി ഇപ്പൊ ഏകദേശം അതുപോലെ ആയിട്ടുണ്ട്. പണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി മാത്രമായിരുന്നു. ഇപ്പൊ അവിടെ നിന്നൊക്കെ ഒരുപാട് നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. പല ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ വാട്ട് എവർ ഈ എനർജി എന്ന് പറയുമ്പോൾ എനർജി ക്രൈസിസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കാം. സോ വി നീഡ് ടു ഫോക്കസ് മെയിൻലി ഓൺ ടു ദ സപ്ലൈ സൈഡ് മാനേജ്മെന്റ്. ഒരിക്കലും അൺനെസസറി ലോസ് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. വി ഹാവ് ടു എൻഷുർ മിനിമം ലോസ് മാത്രം വരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ മാത്രം പോലെ ഇത്രയേ വരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇത്ര മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ വേണം നമ്മുടെ മെഷേഴ്സ് ഒക്കെ. ഇപ്പോൾ ഫുഡ് ആൻഡ് ഫ്യൂവൽ നമ്മുടെ CPI ബാസ്ക്കറ്റിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കെയർ കൊടുക്കേണ്ടത്. ഫുഡും എനർജിയും നമ്മൾ എന്നും പ്രാധാന്യം കൊടുത്ത് കൊണ്ടുപോവേണ്ട കാര്യമാണ്. കാരണം ഇവരൊന്നും ഇല്ലാതെ നമുക്ക് ഡെവലപ്മെന്റ് ചിന്തിക്കാൻ പറ്റില്ല. സോ ബോത്ത് ഓഫ് ദീസ് പ്ലേ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പൊ ഇവിടെ മിനിമം ലോസ് കൊണ്ടുവരിക, that is the only way out. Okay, now so ഇന്ന് നമ്മൾ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഇത് എന്താണ് ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിലേക്ക് നയിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. സോ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പോളിസി അഡോപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു, എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു, ആൻഡ് ഇതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ പഠിച്ചു. ആൻഡ് ഓൾസോ വി ഹാഡ് സീൻ സം ഡിമെറിറ്റ്സ് അല്ലെ. മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ നമ്മൾ പഠിച്ചു. Again, we could find that there have been many debates that are centered around flexible inflation targeting. Flexible inflation targeting ചുറ്റും വട്ടം കറങ്ങുന്ന കുറേ ഡിബേറ്റ്സും നമുക്കുണ്ട്. So whenever certain debates are there which are revolving around flexible inflation targeting, ഇവിടെ ഈ ഒരു ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിനെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള ഒരു മെക്കാനിസം കൂടി നമ്മുടെ RBI മനസ്സിലാക്കി എടുക്കണം, അത് ഇംപ്ലിമെന്റും ചെയ്യണം എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഹോപ്പ് യു കുഡ് അണ്ടർസ്റ്റാൻഡ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.